ശാന്തി. സാധാരണ പറയാറുണ്ട് നമ്മൾ വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്ന്. ഒരു ദിവസം നന്നായി തുടങ്ങാൻ സാധിച്ചാൽ തന്നെ ആ ദിവസത്തിൽ പോസിറ്റീവ് എനർജി നമുക്ക് നമ്മുടെ ഉള്ളിൽ നിറയ്ക്കാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് എനർജി നിറച്ചുകൊണ്ടൊരു ദിവസം തുടങ്ങിയാൽ ഓൾമോസ്റ്റ് ആ ദിവസം സക്സസ്സായി എന്ന് നമുക്ക് ഉറപ്പിക്കാനും പറ്റും. അതുകൊണ്ട് ദിവസത്തിൻ്റെ ആരംഭം എപ്പോഴും നല്ല കാര്യത്തിൽ നിന്നായിരിക്കണം. ഏറ്റവും നല്ല കാര്യം എന്താണ്? മെഡിറ്റേഷൻ. എന്നുവെച്ചാൽ അർത്ഥം ഉണർന്ന ആദ്യത്തെ അരമണിക്കൂർ സമയം മെഡിറ്റേഷന് വേണ്ടി നമുക്ക് ചിലവഴിക്കാൻ സാധിക്കുമെങ്കിൽ അതിനോളം പോസിറ്റീവായിരിക്കുന്ന ബെസ്റ്റായിരിക്കുന്ന ഒരു ആക്ടിവിറ്റി മറ്റൊന്നില്ല. അതുകൊണ്ട് രാവിലെ ഉണർന്നാൽ നമ്മൾ ആദ്യത്തെ അരമണിക്കൂർ സമയം മെഡിറ്റേഷന് ചിലവഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. രണ്ടാമത്തെ അഫർമേഷൻ ഒപ്പം സ്റ്റഡി. നമ്മൾ കൃത്യമായിട്ട് എന്താണോ നമുക്ക് വേണ്ടത് ലൈഫിൽ അത് മെഡിറ്റേഷൻ്റെ എൻഡിൽ അഫർമേഷൻ ചെയ്യണം. അത് ഞാൻ മെഡിറ്റേഷൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ്. രണ്ടാമത്തെ കാര്യം പോസിറ്റീവ് സ്റ്റഡി തന്നെയാണ്. പോസിറ്റീവായിട്ടുള്ള തോട്ട്സിൽ നിന്ന് മാത്രമാണ് പോസിറ്റീവായിട്ടുള്ള മൈൻഡും പോസിറ്റീവായിട്ടുള്ള ആക്ടിവിറ്റിയും പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡും പോസിറ്റീവായിട്ടുള്ള സക്സസ്സും നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ബേസ് എപ്പോഴും പോസിറ്റീവ് തോട്ട്സാണ്. പോസിറ്റീവ് തോട്ട്സ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ആരുടെ ഉള്ളിൽ നിന്നും സ്വയമേവ പോസിറ്റീവ് തോട്ട്സ് പൊന്തി വരാറല്ല പതിവ്. നമ്മുടെ ഉള്ളിൽ പഠിച്ച കാര്യങ്ങളുടെ ഇൻപുട്ട് എന്താണോ അതായിരിക്കും ഔട്ട്പുട്ട്. അതുകൊണ്ട് രാവിലെ സമയം അധികമൊന്നും പറ്റിയില്ലെങ്കിൽ 10 മിനിറ്റെങ്കിലും നല്ല കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. മൂന്നാമത്തെ കാര്യം സെൽഫ്ലെസ് സർവീസ്. നമ്മുടെ ഈ ജീവിതം കൊണ്ട് ഒരു ദിവസം ഒരു നല്ല കർമ്മെങ്കിലും ചെയ്ത് ഒരാൾക്കെങ്കിലും സുഖം കൊടുക്കുക എന്നുള്ളത് ജീവിതത്തിൻ്റെ വ്രതമാക്കിയവർക്ക് അവസാനം അവരുടെ പുണ്യകർമ്മത്തിൻ്റെ സംഭരണം കൊണ്ട് തന്നെ ജീവിതം സുഖം നിറഞ്ഞതായി മാറും. അതുകൊണ്ട് സേവ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ കാര്യം ഇവർക്ക് ചെയ്തു കൊടുത്തിട്ട് അവരെനിക്ക് ഇങ്ങനെ തിരിച്ചു തരണം എന്ന് പ്രതീക്ഷകളില്ലാതെ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കാനുള്ള മനോഭാവത്തോടു കൂടി നിസ്വാർത്ഥമായ സേവനം ഒരു ദിവസത്തിൽ ഒരു കാര്യമെങ്കിലും ആർക്കെങ്കിലും വേണ്ടി അത്തരത്തിൽ ചെയ്തു കൊടുത്തിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിന് വ്രതമാക്കിയാലേ സന്തോഷവും സുഖവും നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുള്ളൂ. മറ്റൊന്ന്, തീർച്ചയായിട്ടും സമയത്തിനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കണം. പ്ലാനിങ് ഇല്ലാതെ സമയത്ത് ഉപയോഗിക്കാൻ പോയാൽ ഒരു കാര്യം ചെയ്തു തീർന്ന് അടുത്തത് ചെയ്യാമെന്ന് വിചാരിക്കും, അത് കഴിഞ്ഞ് അടുത്തത് ചെയ്യാമെന്ന് വിചാരിക്കും. ഇതിങ്ങനെ നീണ്ടുകൊണ്ടിരിക്കും. ഒരു ലിമിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് മനസ്സ് ആ സമയത്തിനുള്ളിൽ ആ കാര്യത്തെ ചെയ്തു തീർക്കാൻ നമുക്ക് വേണ്ടതായിട്ടുള്ള ശക്തി പകർന്നു തരൂ. അതുകൊണ്ട് കൃത്യമായിട്ടും നമുക്ക് പ്ലാനിങ്ങോട് കൂടിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. എന്നാലേ സമയത്തിനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. പ്രോപ്പറായിട്ട് ടൈം ഉപയോഗിക്കുന്നവരെ സമയം സഹായിക്കും, സമയത്തെ വേസ്റ്റാക്കിയവരെ സമയം ചതിക്കുകയും ചെയ്യും. അതുകൊണ്ട് സമയത്തിനെ സപ്പോർട്ടാക്കി മാറ്റാൻ വേണ്ടി സമയത്തെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പഠിക്കണം. മറ്റൊന്ന്, മനസ്സിനെ കാം ആൻഡ് കൂളാക്കി മാറ്റണം. എത്ര തന്നെ നമുക്ക് പരിശ്രമിക്കാവുന്നതിൻ്റെ മാക്സിമം പരിശ്രമിച്ച ശേഷം അഥവാ എന്തെങ്കിലും റെസ്പോൺസ് അഥവാ റിയാക്ഷൻ അഥവാ റിസൾട്ട് മോശമായിട്ട് വന്നാലും എൻ്റെ ഭാഗം ഞാൻ പൂർണ്ണമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കർമ്മത്തിൽ പ്രോസസ്സിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. നല്ല കർമ്മമാണോ തീർച്ചയായിട്ടും നല്ലത് വരും. സപ്പോസ് എന്തെങ്കിലും ഒരു നെഗറ്റീവായിരിക്കുന്ന അക്കൗണ്ട് നമുക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ തത്സമയം നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളുടെ നല്ല കർമ്മഫലത്തിനെ ആർക്കും തട്ടിയെടുക്കാൻ സാധ്യമല്ല. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷനാണ്. അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ടൊരു വിഷമവും വിചാരിക്കാതെ മനസ്സിനെ കാമാക്കി കൂളാക്കിക്കൊണ്ട് എന്തെങ്കിലും വിഷമമുള്ള സാഹചര്യം വരുമ്പോൾ ഒരു മിനിറ്റ് സമയം ഒന്ന് വിഡ്രോ ചെയ്തുകൊണ്ട് ഞാനൊരു പീസ്ഫുൾ സോളാണ്, ഞാനൊരു ശാന്ത സ്വരൂപമാണ്, ശാന്തി എൻ്റെ സ്വന്തമാണ്, ഞാൻ എൻ്റെ മനസ്സിനെ കാമാക്കുന്നു, ഞാൻ കാമാണ്, കൂളാണ്. ഇത്തരത്തിലായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള തോട്ട്സിലൂടെ അഫർമേഷനിലൂടെ നമ്മുടെ മനസ്സിനെ കാം ആൻഡ് കൂളാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. പിന്നെ ഒന്ന്, ഒരു പക്ഷേ ഈ ജീവിതത്തിൻ്റെ യാത്രയിൽ ഒരുപാട് പേര് ഞാൻ കാണാറുണ്ട്. അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ മറ്റൊന്നായിരിക്കും. അവരുടെ ജീവിതത്തിൽ വരുമാന മാർഗത്തിന് വേണ്ടിയോ മറ്റു പലതിനു വേണ്ടിയോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളും കാര്യങ്ങളും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ മനസ്സിനുള്ളിൽ ഉണ്ടാവുന്നതായിരിക്കുന്ന സംഘർഷം അവരുടെ ജീവിതത്തിലെ ഊർജ്ജവും സന്തോഷവും നഷ്ടപ്പെടുത്തും. അങ്ങനെയുള്ളവർ പ്രത്യേകിച്ചും ഒരു ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ വേണ്ടി കണ്ടെത്തണം. പാട്ടിനെ ഒരുപാട് സ്നേഹിക്കുകയും പാടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് അങ്ങനെ ആ ഫീൽഡിൽ ഉയരാൻ സാധ്യത കിട്ടുന്നില്ല. എല്ലാവർക്കും ഉയരാൻ പറ്റിക്കൊള്ളുന്നില്ലല്ലോ.
കുറച്ച് സമയം പാടി ആസ്വദിക്കാൻ വേണ്ടി കണ്ടെത്തുക, ഡാൻസ് കളിച്ച് ആസ്വദിക്കാൻ വേണ്ടി കണ്ടെത്തുക, വായിച്ച് ആസ്വദിക്കാൻ വേണ്ടി കണ്ടെത്തുക, എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ആണെങ്കിൽ അത് ചെയ്ത് ആസ്വദിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തിന് വേണ്ടി കുറച്ച് സമയം വിനിയോഗിച്ചാൽ നമ്മുടെ ഉള്ളിനുള്ളതായിട്ടുള്ള സ്ട്രെസ്സിനെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അതിലൊരിക്കലും നിങ്ങൾ വിട്ടുവീഴ്ച വരുത്തരുത്. പിന്നെ ഒരു കാര്യം, ഒരുപാട് വീഡിയോസിൽ പറഞ്ഞതാണ്, ഒന്നുകൂടെ ഞാൻ എടുത്ത് പറയട്ടെ, വൈകി എഴുന്നേൽക്കുന്ന സ്വഭാവം ഇല്ലാതാക്കണം. നേരത്തെ എഴുന്നേറ്റ് ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളെയും നേരത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കണം. പോസിറ്റീവ് എനർജി കൊണ്ട് നിറയ്ക്കണം. എന്നിട്ടൊരു ദിവസം തുടങ്ങി നോക്കൂ, നമുക്കെല്ലാം ചെയ്യാനുള്ള ഊർജ്ജം കിട്ടും. ഒരു ദിവസത്തെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത ശേഷം പ്ലാനിങ് ഒക്കെ നന്നായിട്ട് ചെയ്യും, 1-2 കാര്യം ചെയ്യും, പിന്നെ മാറ്റി വയ്ക്കും, ക്ഷീണിച്ചു, നാളെയാവാം. ഇത് ഒരു വളരെ നഷ്ടമുണ്ടാക്കുന്ന സ്വഭാവമാണ്. പലപ്പോഴും ഇന്നത്തേക്കാൾ ബിസി ആയിരിക്കും നാളെ ഉണ്ടാവുക, നാളത്തേക്കാൾ മോശമായിരിക്കും നമ്മുടെ മറ്റന്നാളത്തെ അവസ്ഥ, പറയാനാവില്ല. അതുകൊണ്ടാണ് ബുദ്ധിമാന്മാർ നാളെ ചെയ്യേണ്ട കാര്യം കൂടി ഇന്ന് ചെയ്യും എന്ന് പറയുന്നത്. അതുകൊണ്ട് കാര്യങ്ങളെ മാറ്റി വയ്ക്കാതിരിക്കുക, ഇന്നത്തെ കാര്യത്തിന് മാക്സിമം ഇന്ന് ചെയ്യാൻ ശ്രമിക്കുക. നിവൃത്തിയില്ലെങ്കിൽ മാത്രം നാളത്തെ പ്ലാനിങ്ങിൽ ആഡ് ചെയ്യാവൂ. അല്ലാതെ ഇന്നെല്ലാം ചെയ്തു, ഇന്നത്രേ പറ്റുന്നുള്ളൂ, ക്ഷീണിച്ചു പോയി, എനിക്ക് വയ്യാണ്ടായി, ഇനി നാളെ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കരുത്. അന്നത്തെ പ്ലാനിങ് അന്നന്ന് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. എങ്കിൽ തീർച്ചയായിട്ടും സ്ട്രെസ് ഫ്രീ ആയ, ഹാപ്പിയസ്റ്റായ, ഹെൽത്തി, ഹാപ്പി ആൻഡ് വെൽത്തി ആയിരിക്കുന്ന നല്ലൊരു ജീവിതം നിങ്ങൾക്ക് നേടാൻ സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.